ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ലൂക്ക എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം 49 മുതൽ 53 വരെ വാക്യങ്ങൾ. ഈശോ പറയും, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, എനിക്കൊരു മാമോദീസ സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കർത്താവിൻ്റെ മാമോദീസയൊക്കെ ഓൾറെഡി നേരത്തെ തന്നെ കഴിഞ്ഞതാണ്. പിന്നെ ഇവിടെ ഈ ഉദ്ദേശിക്കുന്ന മാമോദീസ അതേത് മാമോദീസയാണ്? ഇതാണ് രക്തം കൊണ്ടുള്ള, ചോര കൊണ്ടുള്ള മാമോദീസ, ദ ബാപ്റ്റിസം ബൈ ബ്ലഡ്. നമുക്ക് വേണ്ടിയിട്ട്, നമ്മൾ മനുഷ്യരുടെ തെറ്റുകൾക്ക് വേണ്ടിയിട്ട്, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടിയിട്ട്, നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ പറ്റാത്ത നമ്മളുടെ തഴക്കദോഷങ്ങൾക്ക്, തെറ്റായ ശീലങ്ങൾക്ക് വേണ്ടിയിട്ട്, പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ, എല്ലാ ബന്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, നമ്മളുടെ രോഗത്തിൻ്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, നമ്മളുടെ എല്ലാ തട്ടുകേടുകൾക്കും വേണ്ടിയിട്ട് കുരിശിൽ കയറി സ്വന്തം ചോര കൊണ്ട് എത്രയും പെട്ടെന്ന് മാമോദീസ മുങ്ങി നമ്മളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, സുവിശേഷം പറയുന്ന അനുസരിച്ച് ഞെളിപിരി കൊള്ളുന്നൊരു ദൈവം. അങ്ങനെയുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇങ്ങനെയുള്ളൊരു ദൈവം നമുക്ക് മാത്രമേ ഉണ്ടാവൂ, ഒന്നേ ഉണ്ടാവൂ. അത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇവിടെ ഈശോയുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്യണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾക്ക് ഏറ്റവും വലുത് അയാളുടെ ജീവനാണ്, അയാളുടെ പ്രാണനാണ്. കർത്താവ് പറയും, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എൻ്റെ ജീവൻ പോലും തരാൻ റെഡിയാണ്. നീ എനിക്ക് വേണ്ടിയിട്ട് തിരിച്ച് എന്താണ് തരിക? നമ്മൾ ചിന്തിക്കണം, നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും വലുത് എന്താണ്? നമ്മളുടെ അപ്പൻ, നമ്മളുടെ അമ്മ, നമ്മളുടെ കൂടപ്പിറപ്പുകൾ, നമ്മളുടെ മക്കള്, ഭാര്യ, ഭർത്താവ്. ഈശോ പറയും, നീ എനിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരാൻ റെഡിയാകുമ്പോൾ ചിലപ്പോൾ ഇവരെ പോലും നീ ഉപേക്ഷിക്കേണ്ടി വരും. അതാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. നിനക്ക് തിരിച്ചു തരാൻ എൻ്റെ കയ്യിലുള്ളത് അതുമാത്രമാണ്. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. കുടുംബത്തിൽ സമാധാനമല്ല, ഭിന്നത തരാനാണ് ഞാൻ വന്നേക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലൂടെ വായിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടുതലാണ് അവിടെ മത്തായി എഴുതി വച്ചിരിക്കുന്നത്. സമാധാനമല്ല, വാള് ഉയർത്തപ്പെടുന്ന സ്ഥലത്തെല്ലായിടത്തും ചോര പൊടിയും. നീ എനിക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാവുമ്പോൾ നിന്റെ ചോര പൊടിയും. ചിലപ്പോൾ നിന്റെ ചോര പൊടിയുന്നത് നീ ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ കൂടപ്പിറപ്പുകളുടെ കൈ കൊണ്ടായിരിക്കും. എന്നാലും സന്തോഷിച്ചേക്കണം, കാരണം നിന്റെ ഓഹരി ഞാനാണ്. നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ, ചിലപ്പോൾ ഈ ലോകം മുഴുവൻ നമുക്കെതിരെ നിൽക്കും, ചിലപ്പോൾ വാളുയർത്തും. എന്നാലും കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് സന്തോഷത്തോടെ ഓടാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.